JCI ചെറുവാഞ്ചേരിയുടെ നേതൃത്വത്തിൽ കുഞ്ഞുണ്ണിക്കൊരു പിഞ്ഞാണം എന്ന പരിപാടി സംഘടിപ്പിച്ചു. അംഗൻവാടി കുട്ടികൾക്ക് പുതുക്കിയ ഭക്ഷ്യ മെനു പ്രകാരമുള്ള ആഹാരം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ ചെറുവാഞ്ചേരി വില്ലേജിലെ 12 അംഗൻവാടികൾക്ക് വിതരണം ചെയ്തു. ചെറുവാഞ്ചേരി ഗാന്ധി സ്മാരക വായനശാലയിൽ നടന്ന ചടങ്ങിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ പ്രീത PM ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും വേഗത്തിൽ ഇങ്ങനെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം ലസ്സി എൻ്റെ അടുത്ത് ഈ ഒരു വിവരം പറഞ്ഞപ്പോൾ, കാരണം നമ്മളടുത്തുനിന്ന് പഞ്ചായത്തുകളിലേക്ക് ഈ ഒരു സംഭവം പോകുന്നതിന് മുന്നേ തന്നെ അത് അംഗൻവാടികളിൽ എല്ലായിടത്തും, അതായത് ഈ ഒരു മെനു നടപ്പിലാക്കണമെങ്കിൽ അതിന് ഭൗതിക സാഹചര്യങ്ങൾ വേണം, അതിൻ്റെ ആവശ്യകത കണ്ടെത്തി അതൊരു വേദിയിലേക്ക് എത്തിച്ച് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചതിൽ പങ്കുവഹിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി ഈ വേദി ഉപയോഗിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഇഡ്ഡലിയും സാമ്പാറും, അപ്പോൾ അതാണ് ഇപ്പം നമുക്ക് ഏറ്റവും പോഷക സമൃദ്ധമായ ഒരു ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലിയും സാമ്പാറിനെ നമുക്കൊരു മോഡലായിട്ട് എടുക്കാം. കാരണം പരിപ്പ്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സാമ്പാറിൽ കൂടി പച്ചക്കറികളുണ്ട്, എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഒരു നേരത്തെ ഒരു ഭക്ഷണമായിട്ട് നമുക്ക് ഇഡ്ഡലിനെ പറയാവുന്നതാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മളിന്ന് അംഗൻവാടിയിലേക്ക് നമ്മുടെ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നത്. JCI ചെറുവാഞ്ചേരി പ്രസിഡന്റ് JC ദീപേഷ് അധ്യക്ഷത വഹിച്ചു. ഇങ്ങനെയൊരു ആവശ്യം വന്ന സമയത്ത് കുഞ്ഞുണ്ണിക്കൊരു പിഞ്ഞാണം എന്ന് പറഞ്ഞ പദ്ധതി രൂപീകരിക്കാൻ ഇടയായ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അംഗനവാടിയിൽ നിന്ന് നമ്മുടെ ഭക്ഷ്യമെനു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷ്യമെനു എല്ലാം പരിഷ്കരിക്കുമെന്നും, അതുപോലെ തന്നെ പക്ഷേ പാത്രം വാങ്ങിക്കാൻ അതിന് വേണ്ട തക്കതായ പാത്രങ്ങളില്ല എന്നുള്ള ആവശ്യം പറഞ്ഞു വന്ന സമയത്താണ് ആദ്യമായിട്ട് നമ്മുടെ ചർച്ചയിലേക്ക് ഈ വിത്തിടുന്നത്. അങ്ങനെയാണ് വാർഡ് മെമ്പർമാരായ ഹൈമജ, KN റീന, KK സമീർ, JCI പാസ്റ്റ് പ്രസിഡന്റുമാരായ സനു PK, പ്രേമാനന്ദ്, മനോജ് തോമസ്, സുദേശ് LK, അജേഷ് R, ഉഷ K എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ അങ്കിത ഷാജി സ്വാഗതവും സെക്രട്ടറി വൈഷ്ണവ് മുല്ലോളി നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ്, പാനൂർ.